ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ മംഗലാപുരത്താണുള്ളത്. ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഹൗസ് വാമിങ്ങിന് ബഡ്കൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നൊരു സാരഥിയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇന്നും വരുന്നത്. അദ്ദേഹം ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. ഹീറ ഇൻ്റർനാഷണലാണ് ഉള്ളത്. അപ്പോൾ ആ യാത്ര തുടങ്ങാം. കൂടാതെ നമ്മുടെ ഹൗസ് വാമിങ് വിശേഷങ്ങളെല്ലാം ഈ വീഡിയോയുടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. അതേ ഡ്രൈവർ തന്നെയാണ്. അതെ, ഞങ്ങളങ്ങനെ മംഗലാപുരത്ത് നിന്നും ഭട്കലിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം മംഗലാപുരം ടൗണെല്ലാം കഴിഞ്ഞ് പുറത്തേക്കുള്ള വഴി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് കുറഞ്ഞ റോഡാണ്. നമ്മൾ ഗോവയ്ക്ക് പോകുന്ന അതേ റോഡ് തന്നെയാണ് കേട്ടോ. ഉടുപ്പി വഴിയാണ് പോകുന്നത്. 4 ലൈൻ റോഡ്സാണ്. അധികം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞങ്ങളങ്ങനെ യാത്ര ചെയ്താൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ഏകദേശം മംഗലാപുരം ടൗണൊക്കെ കഴിഞ്ഞൊരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഗ്രാമീണ ഭംഗിയുള്ള പുഴകളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു. അത് മാത്രമല്ല, നല്ല ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മുടെ യാത്രകൾ. മനോഹരമായ നല്ല ബീച്ചാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അത്യാവശ്യം നല്ല നമുക്ക് കാണാമല്ലോ, തിരക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ വരുന്നവരെല്ലാവരും ആ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. സത്യത്തിൽ ഓർത്തിരുന്നാണ് ആ പേര് ബീച്ചിൻ്റെ, പക്ഷെ മറന്നുപോയി. നല്ലൊരു ബീച്ചായിരുന്നു. എന്തായാലും ഞങ്ങളൊന്നും ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു, പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളൊന്ന് ഇറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് പോയിരുന്നത്. ഏകദേശം ഭട്കലിനോട് ഒരു 10-20 കിലോമീറ്റർ മുമ്പാണ് ഈ സ്ഥലം. ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ് നടക്കുന്ന വീട്. വളരെ മനോഹരമായ, നല്ല വിശാലമായ, നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ. നിങ്ങളിതിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൗസ് വാമിങ് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കാഴ്ചകളൊക്കെ കാണുന്നത്. ഇതൊരു ഗംഭീര വീടാണ്. ഏകദേശം ഒരു 5 കോടിക്ക് മുകളിൽ മുടക്കിയിട്ടുള്ളൊരു വീട്ടിലാണ്.
വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്താ വളരെ മനോഹരമായിട്ട് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് നല്ല ആർട്ടിഫിഷ്യൽ പുല്ലൊക്കെയാണ് കേട്ടോ അവിടെ വിരിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം മംഗലാപുരം ഞാൻ പറഞ്ഞ പോലെ ഗോവ ഹൈവേ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. ഇത് മുകളിലത്തെ കാഴ്ചകളാണ്. ആ സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗമാണ്. എന്താ ഭംഗിയല്ലേ, വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മലയാളികളാണ്, മൂവാറ്റുപുഴക്കാരാണ് ഈ വീട് ഡിസൈൻ ചെയ്തെന്ന് അവർ പറഞ്ഞിരുന്നു. വളരെ ഇൻറ്റീരിയലൊക്കെ പറയുക വേണ്ടല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ, എല്ലാം നല്ല അടിപൊളി ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണൊക്കെ പറയുന്നത് ഓപ്പൺ കിച്ചണാണ്. നമ്മുടെ ഹാളിനോട് ചേർന്ന് തന്നെ, ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചണാണ്. കാണുന്നത് ഫ്രിഡ്ജാണ്, പക്ഷേ അവർ സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഫ്രിഡ്ജാണ്. ഏകദേശം ആ മോഡലിൽ തന്നെ പണിതിരിക്കുന്നതാണ് ആ ഫ്രിഡ്ജ് കാണുന്നത്. ബാക്കിൽ കാണുന്നത് നല്ല അടിപൊളി നല്ല ഡിസൈൻസുള്ള ഗ്ലാസ്സുകളും പ്ലേറ്റുകളും എല്ലാം ഒന്നും പറയണ്ട. ആ വീട്ടിൽ എവിടെ നോക്കിയാലും എല്ലാം അതിൻ്റെ ഒരു ലക്ഷറി അത് അവർ നിലനിർത്തിയിട്ടുണ്ട്. ആ ലക്ഷറി സ്റ്റൈലിൽ തന്നെയാണ് അവരെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം ആയാലും ഹാളായാലും ലിവിങ് റൂം ആയാലും ശരി, എല്ലാം അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് ലക്ഷറി സ്റ്റൈലിൽ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മളെ ഗസ്റ്റ് റൂമാണിത്. എന്താ നല്ല ഭംഗിയല്ലേ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല വുഡൻ ഫർണിച്ചറും എല്ലാ രീതിയിലും വളരെ മനോഹരമായി. അതെ, ആ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ കണ്ടില്ല, ടി വി യൂണിറ്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ വേറൊരു പ്രത്യേകത, ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ആ കുബ്ബ കാണുന്ന മുകളിൽ കാണുന്ന ലൈറ്റ് വലിയൊരു കുബ്ബയാണ്. വളരെ മനോഹരമായിട്ടാണ് ആ കുബ്ബ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ വുഡിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല മനോഹരമായ ഒരു എന്താ പറയുക, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ മംഗലാപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹമീദിൻ്റെ കൂടെ ഞങ്ങൾ ഏകദേശം ഇപ്പം മംഗലാപുരം ടൗൺ എത്തിയിട്ടുണ്ട്. നേരെ ഞങ്ങൾ പോകുന്നത് സെൻട്രൽ മാളിലേക്കാണ്. ആ കാണുന്നതാണ് സെൻട്രൽ മാള്. അത്യാവശ്യം വലിയൊരു മാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഹമീദിനോട് യാത്ര പറയുകയാണ്. സെൻട്രൽ മാളിലെ കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് കാഴ്ചവെക്കാം. അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.